സർഫസ് കെമിസ്ട്രിയിലെ നമ്മുടെ പുതിയ ടോപ്പിക്കാണ് കാറ്റലിസ്റ്റ് ആൻഡ് കറ്റാലിസിസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്താണ് കാറ്റലിസ്റ്റ്? വളരെ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് കാറ്റലിസ്റ്റ്? ഒരു കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ആൾട്ടർ ചെയ്യിപ്പിക്കും. പക്ഷെ എന്ത് ചെയ്യൂല? ആ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഒരിക്കലും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കൂല. റിയാക്ഷൻ കഴിഞ്ഞു നോക്കുമ്പോൾ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. കാറ്റലിസ്റ്റിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടുണ്ടാവൂല. That means a catalyst is a chemical substance which alter ചേഞ്ച് ചെയ്യിപ്പിക്കുക. അത് ചിലപ്പോൾ കൂട്ടലാവാം അല്ലെങ്കിൽ കുറക്കലാവാം. കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടലാവാം അല്ലെങ്കിൽ കുറക്കലാകാം. ഓക്കെ, അപ്പോൾ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടുന്ന അല്ലെങ്കിൽ കുറക്കുന്ന സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ്. എങ്ങനെ? വിത്തൗട്ട് അണ്ടർഗോയിങ് എനി കെമിക്കൽ ചേഞ്ച്. അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ എന്താണ് കാറ്റലിസ്റ്റ്? മനസ്സിലായി. സബ്സ്റ്റൻസ് വിച്ച് ആൾട്ടർ ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് അണ്ടർഗോയിങ് എനി കെമിക്കൽ ചേഞ്ച്. അപ്പോൾ അങ്ങനെ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ആൾട്ടർ ചെയ്യിപ്പിക്കാനുള്ള കാറ്റലിസ്റ്റിന്റെ കഴിവാണ് അതിന്റെ ആക്ടിവിറ്റി. ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് പറയാ വിട്ടുപോയാലോടെ മക്കൾ, എന്തെന്നറിയാവോ? അപ്പൊ കാറ്റലിസ്റ്റിന് കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ആൾട്ടർ ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് without undergoing chemical change, and that is a phenomenon, and that phenomenon is called catalysis. So catalysis is actually the process by which a catalyst change the rate of chemical reaction. The ability of that catalyst is called activity. ഒരേ പേരുകൾ പഠിക്കുന്നുണ്ട്. Catalyst is the substance, catalysis is the process, activity is the ability of the catalyst. ഓക്കെ, അപ്പൊ ഞാൻ കാറ്റലിസ്റ്റ് പറയുമ്പോൾ ചില കാറ്റലിസ്റ്റുകൾ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടും, ചില ആൾക്കാർ കുറക്കും എന്ന് പറഞ്ഞിട്ടില്ലേ? ആ കൂട്ടുന്നതിനും കുറക്കുന്നതിനും ഓരോ എക്സാമ്പിളുകൾ നമ്മൾ പഠിക്കണം. ഓക്കെ, ഞാൻ ഓരോന്ന് പറയട്ടെ. കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്നതിന് എക്സാമ്പിൾ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് KClO3. എന്താണ് KClO3? എന്താ സാധനം? പൊട്ടാസ്യം ക്ലോറേറ്റ് അല്ലെ? എന്താണ് പൊട്ടാസ്യം ക്ലോറേറ്റ്? ഈ പൊട്ടാസ്യം ക്ലോറേറ്റ് സാധാരണ രീതിയിൽ ചൂടാക്കുന്ന സമയത്ത് ഡിക്കമ്പോസ് ചെയ്യും. പൊട്ടാസ്യം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ അത് ഡിക്കമ്പോസ് ചെയ്യും. തെർമൽ ഡിക്കമ്പോസിഷൻ എന്നാ പറയാ. ചൂടാക്കുമ്പോൾ ഡിക്കമ്പോസ് ചെയ്യുന്നതിന്റെ പേരാണ് തെർമൽ ഡിക്കമ്പോസിഷൻ. അങ്ങനെ ഡിക്കമ്പോസ് ചെയ്തിട്ട് പൊട്ടാസ്യം ക്ലോറൈഡ്, ഇത് പൊട്ടാസ്യം ക്ലോറേറ്റ്, ഇത് പൊട്ടാസ്യം ക്ലോറൈഡ്, ക്ലോറൈഡും ഓക്സിജനുമായിട്ട് മാറും ചൂടാക്കുമ്പോൾ. ഈ ഡിക്കമ്പോസിഷൻ പ്രോസസ്സിൽ മാംഗനീസ് ഡയോക്സൈഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സിന്റെ സ്പീഡ് കൂടും. ഇപ്പൊ സാധാരണ രീതിയിൽ ലാബോറട്ടറിയിലൊക്കെ ഓക്സിജൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. അപ്പോൾ ഈ റിയാക്ഷന്റെ റേറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്താൽ മതി. അപ്പൊ കൂടുതൽ നല്ലോണം ഓക്സിജൻ ഉണ്ടാകുന്ന ഓക്സിജന്റെ അളവ് കൂടുതലായി വളരെ ചെറിയ സമയത്തിനുള്ള ഒരുപാട് ഓക്സിജൻ ഉണ്ടാകും. കാരണം റിയാക്ഷന്റെ സ്പീഡ് കൂടുന്നു. പക്ഷെ റിയാക്ഷൻ കഴിഞ്ഞു നോക്കുമ്പോൾ മാംഗനീസ് ഡയോക്സൈഡ് അങ്ങനെ തന്നെ ഉണ്ടാകും. ദാറ്റ് മീൻസ് ഇവിടെ മാംഗനീസ് ഡയോക്സൈഡ് റിയാക്ഷന്റെ റേറ്റിന് കൂട്ടുന്ന കാറ്റലിസ്റ്റ് ആണ്. ആൻഡ് സച്ച് കാറ്റലിസ്റ്റ് ആർ കോൾഡ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. എന്താണ്? പോസിറ്റീവ് കാറ്റലിസ്റ്റ്. സോ പൊട്ടാസ്യം ക്ലോറേറ്റിന്റെ ഡിക്കമ്പോസിഷനിൽ മാംഗനീസ് ഡയോക്സൈഡ് ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ചില റിയാക്ഷനിലെ ചില സബ്സ്റ്റൻസുകൾ റിയാക്ഷന്റെ സ്പീഡിനെ കുറക്കും. അതിനൊരു എക്സാമ്പിൾ പറയാം. H2O2 കേട്ടിട്ടുണ്ടോ? ആരാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഉടനെ ഡിക്കമ്പോസ് ചെയ്യും.
Okay, decomposition of hydrogen peroxide will give water and oxygen. ഈ റിയാക്ഷനിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡികമ്പോസിഷൻ പ്രോസസ്സിൽ ഫോസ്ഫോറിക് ആസിഡ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡികമ്പോസിഷന്റെ റേറ്റ് കുറയും. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡികമ്പോസിഷന്റെ റേറ്റ് കുറക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണത്. ഓക്കെ അല്ലേ? പക്ഷെ ഹൈഡ്രജൻ ഫോസ്ഫോറിക് ആസിഡ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നൊന്നുമില്ല. ഫോസ്ഫോറിക് ആസിഡ് അങ്ങനെ തന്നെ ഉണ്ടാവും. സോ ദിസ് ഈസ് എ കാറ്റലിസ്റ്റ് which decelerate, that means which retards the decomposition process of hydrogen peroxide. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റിന് കുറക്കുന്ന സബ്സ്റ്റൻസ് ആണിത്. അങ്ങനെയുള്ള കാറ്റലിസ്റ്റുകളുടെ പേരാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. നെഗറ്റീവ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ അത് പറഞ്ഞ വേറൊരു പേരാണ് ഇൻഹിബിറ്റർ. ഇൻഹിബിറ്റർ. സോ in the decomposition process of hydrogen peroxide, the phosphoric acid will act as an inhibitor or a negative catalyst. Okay. അപ്പോൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ സ്പീഡിനെ കൂട്ടും, നെഗറ്റീവ് കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ സ്പീഡിനെ കുറക്കും. ഇങ്ങനെ അപ്പോൾ റിയാക്ഷന്റെ സ്പീഡിനെ കൂട്ടാനുള്ള MnO2 ഇവിടുത്തെ കഴിവാണ് അതിന്റെ ആക്ടിവിറ്റി. ഇതിന്റെ റിയാക്ഷന്റെ സ്പീഡ് കുറക്കാനുള്ള H3PO4 കഴിവാണ് അതിന്റെ ആക്ടിവിറ്റി. ഓക്കെ, ഇനി ഒരു കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വേറൊരു സാധനം ആഡ് ചെയ്യാറുണ്ട്. അതായത് കാറ്റലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ വസ്തുക്കൾ. പോസിറ്റീവ് കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുമ്പോൾ അതിനൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട്, ആ കാറ്റലിസ്റ്റിനൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തു. അല്ലെങ്കിൽ നെഗറ്റീവ് കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ സ്പീഡിനെ കുറക്കുമ്പോൾ അതിന്റെ ആ കഴിവിനെ കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു. അങ്ങനെയുള്ള വസ്തുക്കളെ പറഞ്ഞ പേരാണ് കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ്. കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ്. ഓക്കെ, അതിന് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. N2 plus 3H2 gives 2NH3. എന്താ സാധനം? ഹേബർ പ്രോസസ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് അമോണിയ. അല്ലെ, ഇൻഡസ്ട്രിയൽ ആയിട്ട് അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഹേബർ പ്രോസസ്. ഈ ഹേബർ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ഉണ്ടല്ലോ, സ്പോഞ്ച് അയൺ. ഇത് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. സ്പോഞ്ച് അയൺ ഇസ് എ പോസിറ്റീവ് കാറ്റലിസ്റ്റ്. And the activity of the sponge iron can be increased by using a substance which is alumina, Al2O3, alumina, or molybdenum. So molybdenum or alumina act as a promoter in Haber process which accelerate or increase the activity of the positive catalyst iron. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഇനിണ്ടല്ലോടാ, ചിലപ്പോൾ ചില കാറ്റലിസ്റ്റുകളുടെ കൂടെ ചില വസ്തുക്കൾ ഉണ്ടാകും. ആ വസ്തുക്കളുടെ പ്രസൻസ് കാരണം കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി സപ്രസ് ചെയ്യപ്പെടും, അതായത് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. കാറ്റലിസ്റ്റിനൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ എന്തിനാണോ ആ റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് കൊണ്ടുവന്നത്, ആ പ്രോസസ്സ്, ആ പരിപാടി ചെയ്യാൻ കാറ്റലിസ്റ്റിന് പറ്റൂല. അയാൾ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അയാളുടെ ആക്ടിവിറ്റി സപ്രസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ കാറ്റലിസ്റ്റുകളുടെ ആക്ടിവിറ്റി സപ്രസ് ചെയ്യുന്ന ആ വസ്തുക്കളുടെ പേരാണ് കാറ്റലിറ്റിക് പോയിസൺസ്. ഓക്കെ, കാറ്റലിറ്റിക് പോയിസൺസ്. An example, ഈ സൾഫ്യൂരിക് ആസിഡ് ഇൻഡസ്ട്രിയൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് പ്രോസസ്സുകളുണ്ട്. ഒന്ന് കോണ്ടാക്ട് പ്രോസസ്സ്, പിന്നെ ഒന്ന് ലെഡ് ചാമ്പർ പ്രോസസ്സ്. അതിൽ കോണ്ടാക്ട് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് വനേഡിയം പെന്റോക്സൈഡ്. V2O5. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന ചാമ്പറിൽ എങ്ങാനും ആർസനിക്കിന്റെ ട്രേസ് വന്നാൽ, ഇത് ആർസനിക്കിന്റെ ട്രേസ് ഉണ്ടെങ്കിൽ അത് വനേഡിയം പെന്റോക്സൈഡിന്റെ ആക്ടിവിറ്റിനെ സപ്രസ് ചെയ്യും. And so the arsenic act as a catalytic poison in contact process for the manufacture of sulfuric acid. Okay. ഇനി എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, എന്താണ് കാറ്റലിസ്റ്റ്, എന്താണ് കറ്റാലിസിസ്? ആക്ടിവിറ്റി.
പോസിറ്റീവ് കാറ്റലിസ്റ്റ്, നെഗറ്റീവ് കാറ്റലിസ്റ്റ്, കാറ്റലിറ്റിക് പ്രൊമോട്ടർ ആൻഡ് കാറ്റലിറ്റിക് പോയിസർ. എങ്ങനെയാണ് കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷൻ്റെ സ്പീഡിനെ കൂട്ടുന്നത്? വേണ്ട, നമ്മൾ കഴിഞ്ഞ ഇത് കെമിക്കൽ കൈനറ്റിക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടാകും, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞതിൽ ഓർമ്മിപ്പിക്കുന്ന മാത്രം. എങ്ങനെയാണ് കാറ്റലിസ്റ്റ് അതിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നത്? സാധാരണ രീതിയിൽ നമ്മളൊരു ഗ്രാഫ് വെച്ചിട്ട് കാണിക്കാം. ഇത് റിയാക്ഷൻ സമയത്തുള്ള എനർജി ചേഞ്ച് ആൻഡ് ദിസ് ഈസ് ദി പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ വിച്ച് ഇസ് ദി ടൈം. സാധാരണ രീതിയിൽ റിയാക്റ്റിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറും. അതാണല്ലോ കെമിക്കൽ റിയാക്ഷൻ. പ്രോഡക്റ്റിന്റെ എനർജി റിയാക്റ്റിന്റെ എനർജിനേക്കാളും കുറവാണ്. ഇവിടെ റിയാക്റ്റന്റ് ഉണ്ടായത് കുറേ സമയം കഴിയുമ്പോൾ അത് റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറി, അല്ലേ? ഓർമ്മയില്ലേ? ഇത് റിയാക്റ്റൻസ്. അപ്പൊ റിയാക്റ്റിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത് എങ്ങനെയല്ല? ഡയറക്റ്റ് ഇങ്ങനെ വരുന്നതല്ല. പിന്നെയോ റിയാക്റ്റിന്റെ ഒരു കുന്ന് കയറണം. ആ കുന്നിന്റെ പേരെന്താ? ഹൈറ്റിന്റെ പേരെന്താ? ത്രെഷോൾഡ് എനർജി. അപ്പൊ എന്ത് ചെയ്യും? ചില റിയാക്റ്റൻസിന് ത്രെഷോൾഡ് എനർജി കൈവരിക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? നമ്മൾ എക്സ്ട്രാ ആയിട്ട് എനർജി സപ്ലൈ ചെയ്യണം. ആ സപ്ലൈ ചെയ്യുന്ന എനർജിയുടെ പേരാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. അപ്പൊ കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ എന്താ ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് ആക്ടിവേഷൻ എനർജി കുറവുള്ള ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയും വരെ കുന്ന് കയറാതെ ചെറിയൊരു കുന്ന് കയറിയിട്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് റിയാക്റ്റന്റിനെ സഹായിക്കുന്നതാണ് ആ ഒരു കാറ്റലിസ്റ്റ്. സോ ദിസ് actually the catalyst എന്താ ചെയ്യുന്നത്? Catalyst provide an alternative path having low activation energy. ഒന്ന് നോക്കി ഇത്രയും പറഞ്ഞത്. കുഞ്ഞോളെ, ഇനി കാറ്റലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു ചെറിയൊരു ടേം കൂടി പറഞ്ഞിട്ട് നമുക്കിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ അവിടെ ബോർഡിലൊരു 3 ടൈപ്പിലുള്ള എക്സാമ്പിൾസ് എഴുതി വെച്ചിട്ടുണ്ട്. നോക്ക്, എന്താണിത്? ഇത് CH3CH2 എത്തനോള് എന്തായിട്ട് മാറുന്നു? അസറ്റാൽഡിഹൈഡ് മാറുന്നു. എത്തനോള് എത്തനാളായിട്ട് മാറുന്നു, ഡിക്കമ്പോസ് ചെയ്യുന്നു. ആ എത്തനോള് എത്തനാൾ ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്തത് ആരാണ്? നിക്കൽ. അതേ റിയാക്ഷൻ മിക്സ്ചറിൽ ഞാൻ അലൂമിനിയം കൊണ്ടുവന്നാൽ ആ എത്തനോളിന്റെ കൂടെ നിക്കലിനെ മാറ്റിയിട്ട് നമ്മൾ അലൂമിനിയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തല്ല? അസറ്റാൽഡിഹൈഡ്, എത്തനാളല്ല. പിന്നെ എന്താണ്? ഇരീൻ. നോക്കടാ, ഒരേ റിയാക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ എത്തനോളിന്റെ ഡിക്കമ്പോസിഷൻ പ്രോസസ് ആണത്. പക്ഷെ നോക്ക്, ഈ എത്തനോളിന്റെ അടുത്ത് നിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കാറ്റലിസ്റ്റ് ആയിട്ട് നിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ്. അതേ സ്ഥലത്ത് അലുമിനിയം കൊണ്ടുവന്നാലും കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ്. അതായത് പറഞ്ഞു വന്നതാണ്. ഇതാ നമ്മുടെ കയ്യിൽ എത്തനോൾ ഉണ്ട്. ഇതാണ് റിയാക്ടന്റ് എത്തനോൾ, CH3CH2OH. അപ്പൊ ഈ റിയാക്ഷന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ആക്ടിവേഷൻ എനർജി, ത്രെഷോൾഡ് എനർജി കൈവരിക്കാൻ പറ്റുന്നില്ല. അവിടെ ആര് വന്നതറിയോ? നിക്കൽ വന്നിട്ട് ഇവരെ കൈപിടിച്ച് കൊണ്ടുപോവാണ്. എവിടേക്ക്? പ്രോഡക്റ്റിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. നിക്കൽ എന്നിട്ട് ആക്ടിവേഷൻ എനർജി കുറഞ്ഞ ഒരു പാത്തിലേക്ക് കൂടി കൊണ്ടുപോയിട്ട് അവരെ പ്രോഡക്റ്റായി മാറാൻ സഹായിച്ചു. അങ്ങനെ നിക്കൽ കൊണ്ടുപോയിട്ട് അവരെ എന്ത് പ്രോഡക്റ്റ് ആക്കി മാറ്റിയത് അറിയാവോ? നിക്കലാക്കി മാറ്റിയത്. നിക്കല് എത്തനോളിനെ ആക്കി മാറ്റിയത് എത്തനാളാണ്. ഈ താഴ്വരയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എത്തനോൾ ഈ താഴ്വരയിലേക്ക് എത്തുമ്പോൾ എത്തനാളായിട്ട് മാറി. നിക്കൽ ബാക്കിയായി. നിക്കൽ വീണ്ടും അങ്ങോട്ടേക്ക് പോയി. നിക്കൽ അങ്ങോട്ട് എന്തിനാ? കുറച്ചും കൂടി എത്തനോൾ അവിടെ ഉണ്ട്. അവരെ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിക്കൽ പോയത്. അപ്പോഴേക്ക് എന്തെന്നറിയാമോ? നിക്കൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതക്കത്തിന് അവിടേക്ക് വേറൊരാൾ വന്നു. അലൂമിന വന്നു. ഓക്കെ, അലൂമിന ബാക്കിയുള്ള എത്തനോൾ മോളിക്യൂളിനോട് പറഞ്ഞു, നിങ്ങളെന്താ ഇവിടെ ബാക്കി അവിടേക്കും പോകാനുണ്ടോ? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് നിക്കൽ സഹോദരൻ വന്നിട്ട് എന്താ പറയാ പ്രോഡക്റ്റായി മാറാൻ വേണ്ടി സഹായിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്, അയാൾ തിരിച്ചു വരും. അപ്പൊ അലുമിന പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ കൊണ്ടുപോവാ. അങ്ങനെ അലുമിന ഇവരെ കൈ പിടിച്ച് കൊണ്ടുപോവാണ്. അലുമിന പക്ഷെ കൊണ്ടുപോയിട്ട് എത്തിയത് എവിടേക്കാണ്? നേരത്തെ എത്തിയ താഴ്വരയിലേക്കല്ല, വേറൊരു താഴ്വരയിലേക്കാണ് എത്തിയത്. അവിടെ നോക്കുമ്പോൾ നേരത്തെ പോയ ആൾക്കാരൊന്നും അവിടെ ഇല്ല. എന്തായെന്നറിയ? വേറൊരു താഴ്വരയിലേക്ക് അവരെത്തി. ശ്രദ്ധിക്കണേ, ഇവിടെ എത്തുമ്പോ ആരാ? അവിടേക്ക് എത്തുമ്പോ എന്തായിട്ട് മാറിയതാ? ഇതല്ല കിട്ടിയ പ്രോഡക്റ്റ്, ഇതാണ്.
മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്ത നിക്കൽ എങ്ങനെയാണോ ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്തത് ആ രീതിയിൽ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലുമിനക്ക് പറ്റുന്നില്ല. അതായത് നിക്കൽ ഇതിനെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുപോയത് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ അലുമിനക്ക് പറ്റില്ല. അതായത് ഒരു റിയാക്ഷനില് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് റിയാക്ഷനിലെ റിയാക്ടന്റിനെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാറ്റലിസ്റ്റ് തന്നെ വേണം. ഇതിന് ഇതാക്കി മാറ്റാൻ നിക്കൽ തന്നെ വേണം. നിക്കൽ ചെയ്ത പണിയെടുക്കാൻ ഇയാളെ കൊണ്ട് പറ്റൂല, ഇയാളെടുക്കുന്ന പണിയെടുക്കാൻ നിക്കലിനെ കൊണ്ട് പറ്റൂല. അതേപോലെ ബാക്കിയുള്ളതിലും ഇതെന്താണ് ഈതായി മോളിക്യൂൾസിനെ ഇതേ മോളിക്യൂൾ ആവാൻ പ്ലാറ്റിനം തന്നെ വേണം. പക്ഷെ അവിടെ ലിൻഡിലാസ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടൂല, ഈതൈന് കിട്ടൂല, ഈതീനാണ് കിട്ടുക. അതായത് ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ പ്ലാറ്റിനം തന്നെ വേണം, ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ ഇത് തന്നെ വേണം. ഈ റിയാക്ഷൻ ഇയാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് കിട്ടൂല, ഈ റിയാക്ഷൻ ഇയാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് കിട്ടൂല. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ഷനെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഉള്ള കഴിവ് ഓരോ കാറ്റലിസ്റ്റിനും ഉണ്ട്. റിയാക്ഷനെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള കൂട്ടിക്കൊണ്ടുപോകാനുള്ള കഴിവ് ഓരോ കാറ്റലിസ്റ്റിനും ഉണ്ട്. കാറ്റലിസ്റ്റിന്റെ കഴിവിന്റെ പേരാണ് സെലക്ടിവിറ്റി ഓഫ് ദി കാറ്റലിസ്റ്റ്. സെലക്ടിവിറ്റി ഓഫ് ദി കാറ്റലിസ്റ്റ്. Selectivity of the catalyst. So what is the selectivity? Selectivity is the ability of the catalyst to direct a particular reaction to a particular product. അപ്പോൾ ഒരു പെർട്ടിക്കുലർ റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന വസ്തു വേറൊരു റിയാക്ഷനിൽ ഫെയിൽ ആവും. അല്ലേ, ഇത് ഈ റിയാക്ഷൻ ഇവിടെ എത്തിക്കാൻ ഇയാളെ കൊണ്ട് പറ്റില്ല, അയാൾ ഫെയിലാണ് അവിടെ. അയാൾക്ക് എന്തേ പറ്റുള്ളൂ, ഇതിനെ ഇതാക്കി മാറ്റാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ സെലക്ടിവിറ്റി കാണിക്കുന്ന എക്സാമ്പിളുകളാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, മൂന്നാമത്തിൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ റിയാക്ടന്റ് സെയിമാണ്. ഈ രണ്ടെണ്ണത്തിനെ മീഥൈലാക്കി മാറ്റാൻ നിക്കൽ തന്നെ വേണം. ഈ രണ്ട് റിയാക്ടന്റിനെ എത്തനോളാക്കി മാറ്റാൻ ഈ കാറ്റലിറ്റിക് മിക്സ്ചർ വേണം. അതേ രണ്ട് വസ്തുക്കളെ ഫോർമാൽഡിഹൈഡ് ആക്കി മാറ്റാൻ കോപ്പർ തന്നെ വേണം. ഇവിടെ നിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതാ കിട്ടുക പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ ഇതാ ഈ കാറ്റലിറ്റിക് മിക്സ്ചറിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതാണ് കിട്ടുന്നത് പ്രോഡക്റ്റ്, ഇതാണ്. ഇത് കിട്ടൂല, ഇത് കിട്ടണമെങ്കിൽ ഈ കാറ്റലിസ്റ്റ് തന്നെ വേണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ആൻഡ് കറ്റാലിസിസ് സ്റ്റോപ്പ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ടേമുകൾ, എങ്ങനെയാണ് കാറ്റലിസ്റ്റ് അതിന്റെ ആക്ഷൻ നിർവഹിക്കുന്നത്, അതായത് കറ്റാലിസിന്റെ മെക്കാനിസം, ടൈപ്പ് ഓഫ് കറ്റാലിസിസ് തുടങ്ങിയവ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ.